ഡോക്ടർ അജിൽ കോട്ടായിൽ, നോക്കൂ, കുന്നുകളൊക്കെയും ഇടിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ഇതൊന്ന് പറഞ്ഞു പോയതാണ്. കുന്നുകളൊക്കെയും ഇടിച്ചു നിരത്തി, വയലുകൾ നികത്തി, ഈ പെയ്യുന്ന മഴയൊക്കെയും താഴ്ന്ന ഇടങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ വന്നു. ഈ നമ്മുടെ വട്ടക്കിണറുകൾ, വലിയ വിശാലമായ വട്ടക്കിണറുകൾ ഒക്കെയും അപ്രത്യക്ഷമാകുന്നു. പകരം കുഴൽക്കിണറുകൾ, ആഴത്തിലേക്ക് ചെന്ന് ജലസ്രോതസ്സുകളെ ഊറ്റിയെടുക്കുന്ന കുഴൽക്കിണറുകൾ കൂടുതലായി വരുന്നു. അപ്പോൾ നമ്മുടെ മഴശേഖരണ സ്രോതസ്സുകൾ ഇല്ലാതായത് വലിയൊരു തിരിച്ചടിയായോ? നമുക്കെങ്ങനെ മഴശേഖരണം കുറച്ചുകൂടി സാധ്യമാക്കിയെടുക്കാം, പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാം? അത് വന്നാൽ തന്നെ പരിഹരിക്കപ്പെടില്ലേ ഈ വെള്ളപ്പൊക്കം പോലെ പതിവാകുന്ന ഒരു ശീലം? അതെ, തീർച്ചയായിട്ടും മഴ മാത്രമല്ല ഈ ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ടോപ്പോഗ്രഫി, നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ പ്രത്യേകത, അതേപോലെ ലാൻഡ് ചേഞ്ചിൽ നിന്നിരിക്കുന്ന മാറ്റങ്ങൾ, അതേപോലെ ഈ നാച്ചുറൽ വെള്ളമൊഴുകിപ്പോലുള്ള സ്രോതസ്സുകൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇതിന്റെ രൂക്ഷത കൂടുതലാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേസിക്കലി നമ്മുടെ പ്ലാനിങ് എല്ലാം, ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് മൊത്തത്തിലുള്ള പ്ലാനിങ് എല്ലാം ഒരു പണ്ടുകാലം മുതലേ ഒരു 30-40 കൊല്ലം മുന്നിൽ കണ്ടിട്ടല്ല ഒരു പ്ലാനിങ്ങും ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം, നമ്മുടെ നഗരത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഗ്രാമപ്രദേശങ്ങളിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, പുഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ് ഗവൺമെന്റിൽ നിന്നുള്ളത്. കാര്യം കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അതിന്റെ രൂക്ഷത നമ്മളിപ്പം പെട്ടെന്ന് കാണാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം കൂടി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് സർക്കാരിന്റെ മുന്നിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നെതർലൻഡ്സിലൊക്കെ ചെയ്യുന്ന പോലെ റൂം ഫോർ റിവർ, അതേപോലെ തന്നെ, അതായത് നദികളുടെ ആഴം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, അതിന് പരിസരത്തുള്ള ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് മാറ്റുക. അപ്പം തന്നെ ഇതേപോലെ എക്സ്ട്രീം റെയിൻഫോൾ ഉണ്ടാകുന്ന വെള്ളം കുറെയൊക്കെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിലൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് അനുഭവിക്കുന്ന ആരാ? നമ്മുടെ ജനതയാണ്, സാധാരണ ജനങ്ങളാണ്. അവരുടെ സ്വത്ത് നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഈ ഒരു കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് കൈ ഒഴിയാൻ പറ്റില്ല. സ്റ്റെപ്പുകൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. അതൊരു കാര്യം. പിന്നെ ഇതേപോലെ തന്നെ കാലാവസ്ഥ, തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കാലാവസ്ഥ, ഈ എക്സ്ട്രീം റെയിൻഫോളിന്റെ ലോക്കലൈസേഷൻ, അത് ഏത് ഭാഗത്ത് പെയ്യുന്നു എന്നുള്ളത് ഈ ഒരു ദിവസം മുമ്പോ 2 ദിവസം മുമ്പോ പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറയുന്നത് അസാധ്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രോബബിലിസ്റ്റിക് ഫോർകാസ്റ്റ് ആണ്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസ്ട്രിക്റ്റിൽ ഒരു അതിശക്തമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിന്റെ ഒരു പ്രോബബിലിറ്റി മാത്രമേ ഏത് ഏജൻസികളും സർക്കാരിലേക്ക് കൈമാറുകയുള്ളൂ. അപ്പൊ അവിടെ ആക്ഷൻ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റ് ഏജൻസികളും അതിന്റെ താഴ്ത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഏജൻസീസുമാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ, അത് കിട്ടുന്ന ഇൻപുട്ട് ഒരു ആക്ഷനിലേക്ക് മാറ്റേണ്ടത് ഇങ്ങനെയുള്ള ഏജൻസികളുടെ കടമയാണ്. അപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ ഈ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസികളുടെ മാത്രം ഇൻപുട്ട് കൊണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് വളരെ ശക്തമായിട്ടുള്ള വിഭവസമ്പത്തുണ്ട്, നല്ല ശാസ്ത്രജ്ഞന്മാരുണ്ട്, നല്ല സയന്റിഫിക് ബാക്കിങ്ങോടുകൂടി തന്നെ ഓരോ മഴയുടെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്, അതെങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെ മുൻകൂട്ടി ഡിക്റ്റേറ്റ് ചെയ്യാം, എത്ര ലീഡ് ടൈമിൽ നമുക്ക് ഈ എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സ് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും അതിലേക്ക് ഒരു കേരളത്തിൻ്റെതായിട്ടുള്ള സംഭാവന വളരെ കൃത്യമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഞാൻ ഈ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാൻ പവർ ഉണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ട്, ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന മാൻ പവർ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാലാവസ്ഥ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സിന്റെ ഒരു 1-2 സൂചനകൾ നമുക്ക് ഇപ്പം എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റ്സ് ഉണ്ടാകുന്നതിന് 1-2 ദിവസം പല സൂചനകളും നമുക്ക് ലഭ്യമാണ്. ആ സൂചനകൾ ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ബേ ഓഫ് ബംഗാൾ ഉണ്ടാകുന്ന ചക്രവാത ചുഴി, അല്ലെങ്കിൽ
നമ്മുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ഗുജറാത്ത് തീരത്തുണ്ടാകുന്ന ന്യൂനമർദ്ദ പ്രദേശങ്ങൾ, ഇതെല്ലാം കേരളത്തിലേക്കുള്ള മൺസൂൺ കാറ്റിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇതേപോലുള്ള സൂചനകൾ നമുക്ക് തീർച്ചയായിട്ടും 1-2 ദിവസത്തിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് കുറെ ആക്ഷൻസ് എടുക്കാൻ പറ്റും. കാര്യം 2018 തൊട്ട് ഈ ഒരു കാലയളവ് വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര എക്സ്ട്രീം ഇൻഫ്ലുവൻസ് നമുക്കുണ്ടായി. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഏതൊക്കെ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള സ്ഥലം നമുക്കറിയാം. അതേപോലെ ഇക്കോളജിക്കലി വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസ് നമുക്കറിയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് താഴ്ത്തട്ടിലുള്ള ഏജൻസികളിൽ അതിന്റെ ഡേറ്റ ലഭ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം, ഇങ്ങനെയുള്ള സൂചനകൾ നമുക്കറിയാം. അതേപോലെ തന്നെ മേഘങ്ങളുടെ രൂപീകരണം, അതിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് നമുക്ക് സാറ്റലൈറ്റിൽ നിന്നോ റഡാർ ഡേറ്റ വഴിയോ നമുക്ക് ഈ പറയുന്ന പോലെ എക്സ്ട്രീം റെയിൻഫോൾ ഉണ്ടാകുന്ന മുമ്പ് തന്നെ, ഏതാനും ഒരു 8-10 മണിക്കൂർ മുമ്പ് തന്നെ അതിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറയാൻ നമ്മൾ യെല്ലോ അലേർട്ടിന് വേണ്ടിട്ടോ റെഡ് അലേർട്ടിന് വേണ്ടിട്ടോ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ ആക്ട് ചെയ്യുക. അതാണ് ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം കേരള നമ്മുടെ ഒരു വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. അത് പറഞ്ഞാൽ താഴെത്തട്ടുകളിൽ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് ആൾക്കാർ നടത്തുന്നുണ്ട്, പഞ്ചായത്ത് തലങ്ങളിലൊക്കെ ആയിക്കോട്ടെ. അപ്പം തന്നെയല്ല, ഇപ്പം പല സ്ഥലങ്ങളിലും ഈ കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങൾ പല പഞ്ചായത്തുകളും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മഴപാമനികൾ ഒരുപാട് പഞ്ചായത്തുകളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെയും കൂടെ അറിവും അവരുടെ ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രമായിട്ടുള്ള പ്രത്യേകതകളും ഈ പറയുന്ന കാലാവസ്ഥ ഇൻപുട്ടുകളും ഒക്കെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാവുന്നതാണ്. പക്ഷെ പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലുള്ള സാധ്യതകൾ ഒരു ദിവസം മുമ്പ് തിരിച്ചറിഞ്ഞാൽ പോലും അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. അത് ഗവൺമെന്റ് എങ്ങനെ അഡ്രസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. ശരി.